മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും USS സ്കോളർഷിപ്പിൻ്റെ ട്രയൽ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. USS പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണ് ഉണ്ടായിരിക്കുന്നത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1-ൽ ഒന്നാം ഭാഷയും ഗണിതവും. അതിൽ 3 പാർട്ടുകളുണ്ട്. പാർട്ട് എ ഒന്നാം ഭാഷ, ഭാഗം 1 കേരള AT മലയാളം. AT എന്ന് പറയുന്നത് കേരള പാഠാവലി. അതുകൂടാതെ സംസ്കൃതം കുട്ടികൾക്ക് സംസ്കൃതമാണ്. അപ്പോൾ ഒന്നാം ഭാഷയിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ്സിൽ മലയാളവും കേരള പാഠാവലിയും സംസ്കൃതവും. പാർട്ട് ബിയിൽ ഒന്നാം ഭാഷയുടെ തന്നെ 2ാം ഭാഗം BT അടിസ്ഥാന പാഠാവലി. പാർട്ട് സി ഗണിതം. ഇനി പേപ്പർ 2-ൽ ഇംഗ്ലീഷ്, ശാസ്ത്രം, ബേസിക് സയൻസ്, സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസ്, ഇത്രയാണുള്ളത്. ഇതിൽ 3 പാർട്ടുകളുണ്ട്. പാർട്ട് എ ഇംഗ്ലീഷ്, പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം, പാർട്ട് സി സാമൂഹ്യശാസ്ത്രം. പേപ്പർ 1-ൽ പാർട്ട് എ ഒന്നാം ഭാഷ ഭാഗം 1-ൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 15 സ്കോർ ചെയ്യണം. പാർട്ട് ബിയിൽ ഒന്നാം ഭാഷയുടെ തന്നെ ഭാഗം 2 15, പരമാവധി അതിന് സ്കോർ 10 മതി. പാർട്ട് സി ഗണിതമാണ്. അതിൽ 20 ഉണ്ട്. 20 മാർക്കും സ്കോർ ചെയ്യണം. അങ്ങനെ പേപ്പർ 1-ന് പരമാവധി നമുക്ക് മാർക്കുള്ളത് 50 മാർക്കാണ്. പേപ്പർ 2-ൽ പാർട്ട് എ ഇംഗ്ലീഷ് 15 മാർക്ക് ആൻസർ ചെയ്തോളണം. പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 15 മാർക്ക് നിർബന്ധമായും സ്കോർ ചെയ്യണം. പാർട്ട് സി സാമൂഹ്യശാസ്ത്രം 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിരിക്കണം. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രത്തിന് സാമൂഹ്യശാസ്ത്രത്തിനും 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 15 മാർക്ക് കറക്റ്റായിരിക്കണം. ആൻസർ ഉത്തരം ശരിയായിരിക്കണം. ഒരു ചോദ്യത്തിന് 1 സ്കോർ വീതമാണ് ആകെ ഉത്തരം എഴുതേണ്ടത്. പേപ്പർ 1-ന് 45 മാർക്കും പേപ്പർ 2-ന് 45 മാർക്കും. അതുകൊണ്ട് പരമാവധി സ്കോർ 90 ആയിരിക്കും. അവിടെ നോക്കുക, പാർട്ട് പേപ്പർ 1-ൽ ഒന്നാം ഭാഷ 2ാം ഭാഗത്തിന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 10 എണ്ണം ആൻസർ ചെയ്തിരിക്കണം. അതായത് 10 മാർക്ക് നിർബന്ധമായും കിട്ടിയിരിക്കണം. 10 എണ്ണം ആൻസർ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ അവിടെ 50 മാർക്കാണെങ്കിലും 45 മാർക്കേ വരുന്നുള്ളൂ. പേപ്പർ 2-ൽ നോക്കുക, അടിസ്ഥാന ശാസ്ത്രത്തിനും സാമൂഹ്യശാസ്ത്രത്തിനും 15 വെച്ച് വന്നു. അപ്പോൾ അവിടെ 30 ഇംഗ്ലീഷിൻ്റെ 15 കൂടി കൂട്ടിയപ്പോൾ 45. അപ്പോൾ പേപ്പർ 1-നും പേപ്പർ 2-നും 45 + 45 അങ്ങനെ 90 മാർക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ USS സ്കോളർഷിപ്പിൻ്റെ ഒരു ക്രമം, പരീക്ഷയുടെ ക്രമം. ഇനിയും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ടീച്ചർ ഇവിടെ നിങ്ങൾക്കൊരു OMR ഷീറ്റിൻ്റെ മാതൃക കാണിച്ചിട്ടുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെ നേരെയും ABCD എന്നിങ്ങനെ വട്ടത്തിൽ വരച്ചു വച്ചിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം A ആണെങ്കിൽ A കറുപ്പിക്കണം, B ആണെങ്കിൽ B കറുപ്പിക്കണം, C ആണെങ്കിൽ C കറുപ്പിക്കണം, D ആണെങ്കിൽ D കറുപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ കറുപ്പിക്കണം, പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഉത്തരം എഴുതുമ്പോൾ എവിടെയെങ്കിലും അത് കോളത്തിന് പുറത്തേക്ക്, ആ വൃത്തത്തിന് പുറത്തേക്ക് നമ്മൾ കറുപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരം ശരിയായിട്ട് കൺസിഡർ ചെയ്യില്ല. കൂടാതെ ഒരു പ്രാവശ്യമേ ഉത്തരം എഴുതാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ABCD എന്നുള്ളതിൽ നിങ്ങൾ വേഗം വായിച്ച് D അങ്ങോട്ട് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് വായിക്കുമ്പോൾ അയ്യോ D തെറ്റി, C ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാച്ച് C ആക്കാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യം നന്നായി വായിക്കുക. വായിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ളത് കറുപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇങ്ങനത്തെ ഷീറ്റാണ് തരുന്നത്. ഈ ഷീറ്റിന് പറയുന്നത് OMR ഷീറ്റ് എന്നാണ്. അപ്പോൾ പരീക്ഷയുടെ ഒരു ക്രമം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പിടികിട്ടി കാണുമല്ലോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.